ഓട്ടോമാറ്റിക് തസ്ബീഹ് കൗണ്ടർ. നിങ്ങൾ സ്ഥിരമായിട്ട് തസ്ബീഹ്, സ്വലാത്ത്, ദിക്റൊക്കെ ചെല്ലുന്ന ആളാണോ? അല്ലെങ്കിൽ നിങ്ങൾ ജപമാല ഉപയോഗിച്ചിട്ട് സ്ഥിരമായിട്ട് ജപിക്കുന്ന ആളാണോ? എങ്കിൽ ഈ ഒരു വീഡിയോ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപകാരപ്രദമായിരിക്കും. സാധാരണ നമ്മൾ മാനുവലായിട്ട് ഓട്ടോമാറ്റിക് തസ്ബീഹ് കൗണ്ടറൊക്കെ ഉപയോഗിച്ചിട്ട് ഇങ്ങനെ പ്രസ് ചെയ്തുകൊണ്ട് തസ്ബീഹ് ചെല്ലാറുണ്ട്, അല്ലെങ്കിൽ ജപിക്കാറുണ്ട്. അല്ലെങ്കിൽ തസ്ബീഹ് മാല അല്ലെങ്കിൽ ജപമാല ഉപയോഗിച്ചിട്ട് നമ്മളിങ്ങനെ ഓരോ മുത്തുകൾ ഇങ്ങനെ മാറ്റിയിട്ട് തസ്ബീഹ് ചെല്ലും അല്ലെങ്കിൽ ജപിക്കും. അതിൻ്റെ ഒന്നും ആവശ്യമില്ല. നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ നമ്മൾ മൊബൈൽ ഉപയോഗിച്ചിട്ട് ഈ കാര്യങ്ങളൊക്കെ ചെയ്യാൻ സാധിക്കും. അതിനായിട്ട് ഒരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്താൽ മതി. ഫേസ്ബുക്കിലാണ് നിങ്ങൾ വീഡിയോ കാണുന്നെങ്കിൽ കമൻറ്റ് ബോക്സിലും യൂട്യൂബിലാണെങ്കിൽ ഡിസ്ക്രിപ്ഷനിലും ഈ ഒരു ആപ്ലിക്കേഷൻ്റെ ലിങ്ക് കൊടുക്കുന്നുണ്ട്. അതിലൂടെ നിങ്ങൾ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുക. എന്നിട്ട് എങ്ങനെയാണ് ഓട്ടോമാറ്റിക്കായിട്ട് ഈ കാര്യങ്ങളൊക്കെ ചെയ്യാൻ സാധിക്കുക എന്ന് വിശദമായിട്ട് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് കാണുക, എന്നിട്ട് നിങ്ങൾ അഭിപ്രായം അറിയിക്കുക. നമുക്ക് സമയം കളയാതെ പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം. ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്ത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെയാണ് കാണിക്കുക. ഇവിടെ ഒരുപാട് ദിക്ർ, സ്വലാത്ത്, തസ്ബീഹ് എല്ലാം നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇഷ്ടം പോലെ ഉണ്ട്. ഓക്കെ, ഇനി നിങ്ങൾ ഉദ്ദേശിച്ച തസ്ബീഹ്, ദിക്ർ, സ്വലാത്ത് ഒന്നും ഇവിടെ ഇല്ല എങ്കിൽ ഇവിടെ വലതുവശത്ത് മുകളിൽ ഒരു പ്ലസ് ഐക്കൺ കാണാൻ സാധിക്കും. അവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് നിങ്ങൾക്ക് ഏതാണ് വേണ്ടത് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ ലാംഗ്വേജിൽ, അറബിയിലോ മലയാളത്തിലോ ഇംഗ്ലീഷിലോ ടൈപ്പ് ചെയ്ത് ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ ഏറ്റവും ലാസ്റ്റ് ആ ഒരു സംഭവം വന്ന് കിടക്കും. നിങ്ങൾക്കത് ചെല്ലാവുന്നതാണ്. ഓക്കെ, ഇനി ഇടതുവശത്ത് മുകളിൽ 3 ലൈൻസ് കാണാൻ സാധിക്കും. അവിടെ നമുക്കൊന്ന് ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ സാധാരണ പോലെ ദിക്ർ നമുക്ക് ചെല്ലാം, പിന്നെ ഗ്രൂപ്പ് അടിസ്ഥാനത്തിൽ ചെല്ലാം, പിന്നെ തസ്ബീഹ് അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആദ്യം നേരത്തെ കാണിച്ച ആ ഒരു ഓപ്ഷനിലേക്ക് എത്താൻ സാധിക്കും. പിന്നെ അതിൻ്റെ ഹിസ്റ്ററി നമുക്ക് എടുക്കാം. ഗ്രൂപ്പ് ഹിസ്റ്ററി നമുക്ക് വേറെ തന്നെ എടുക്കാൻ സാധിക്കും. പിന്നെ സ്റ്റാറ്റിസ്റ്റിക്സ്, പിന്നെ അതിന് താഴെ തന്നെ നമുക്ക് സെറ്റിങ്സ് കാണാൻ സാധിക്കും. സെറ്റിങ്സ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ എവരി തസ്ബീഹ് സൗണ്ട് നമുക്ക് വേണമെങ്കിൽ ടിക്ക് മാർക്ക് കൊടുക്കാം. അതുപോലെ തന്നെ 33, 100 ആകുമ്പോൾ സൗണ്ട് വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ ടിക്ക് മാർക്ക് കൊടുക്കാം. പിന്നെ എവരി തസ്ബീഹ് വൈബ്രേഷൻ വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ ടിക്ക് മാർക്ക് കൊടുക്കാം. അതുപോലെ തന്നെ 33, 100 ആകുമ്പോൾ വൈബ്രേഷൻ വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ ടിക്ക് മാർക്ക് കൊടുക്കാം. പിന്നെ ഇംഗ്ലീഷ് ട്രാൻസ്ലറേഷൻ അത് വേണമെങ്കിൽ നിങ്ങൾക്ക് ടിക്ക് മാർക്ക് കൊടുക്കാം. പിന്നെ ഡാർക്ക് മോഡ് ഓൾറെഡി ഞാൻ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇനി തീംസ് നമുക്ക് മാറ്റണം എന്നുണ്ടെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് ഇഷ്ടമുള്ള കളർ ചൂസ് ചെയ്യാവുന്നതാണ്. പിന്നെ ഫോണ്ട് സൈസ് ഇവിടെ താഴെ കാണാൻ സാധിക്കും. നിങ്ങൾ ദിക്ർ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ സൈസ് നിങ്ങൾക്ക് കൂട്ടാനും കുറക്കാനും ഇവിടെ നിങ്ങൾക്കിത് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. ഓക്കെ, ഇനി താഴെ കാണുന്ന ഓട്ടോ ലോക്ക് എന്ന ഭാഗം ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ താഴെ കാണുന്ന നവർ എന്ന ഭാഗത്തേക്ക് മാറ്റി കൊടുക്കുക. ഇത്രയും നമുക്കിവിടെ ചെയ്യേണ്ടതായിട്ടുള്ളൂ. ജസ്റ്റ് ബാക്ക് വന്നിട്ട് തസ്ബീഹ് എന്ന ഭാഗം സെലക്ട് ചെയ്യാം. ഇവിടെ ഞാനിപ്പോൾ ഒരു ദിക്ർ അല്ലെങ്കിൽ സ്വലാത്ത് ഞാനിവിടെ സെലക്ട് ചെയ്യാണ്. ഞാനിപ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് തന്നെ സെലക്ട് ചെയ്യാണ്. സെലക്ട് ചെയ്തിട്ടുണ്ട്. ഇനി സ്ക്രീനിൻ്റെ ഏത് ഭാഗത്തും ടച്ച് ചെയ്താൽ ഇത് വർക്കാവും. ഞാനിപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഈ ഒരു ഭാഗത്ത് ഞാൻ ടച്ച് ചെയ്യാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഇങ്ങനെ നേരെ നമുക്ക് ടച്ച് ചെയ്യാൻ സാധിക്കില്ലല്ലോ. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് എങ്ങനെ സെറ്റ് ചെയ്യാം എന്ന് ഞാൻ കാണിച്ചു തരാം. അതിനായിട്ട് ഏറ്റവും മുകളിൽ കാണുന്ന രണ്ടാമത്തെ ഐക്കണിൽ നിങ്ങളൊന്ന് ടച്ച് ചെയ്യുക. ഞാനിപ്പോൾ ടച്ച് ചെയ്യാണ്. ടച്ച് ചെയ്തിട്ട് നിങ്ങൾക്ക് എത്ര സ്പീഡിലാണ് നിങ്ങൾ ദിക്ർ, സ്വലാത്ത് ചെല്ലുക അതിവിടെ 3 പ്രാവശ്യം ചെല്ലുക. ഞാനിപ്പോൾ കാണിച്ചു തരാം. ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഇനി ഓട്ടോമാറ്റിക്കായിട്ട് അതങ്ങനെ പോയിക്കോളും. നമ്മൾ ടച്ച് ചെയ്യേണ്ട ആവശ്യമില്ല. 8, 9, 10, 11, 12 അങ്ങനെ 100 വരെ പോകും. ഇനി 100ൽ കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ ഞാൻ അങ്ങനെയൊന്ന് കാണിച്ചാൽ ഈ ഒരു ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഫുൾ സ്ക്രീൻ മോഡിലാകും. ഇനി രണ്ടാമത് നിങ്ങൾക്ക് ബാറ്ററിയുടെ പ്രശ്നം തോന്നിക്കുന്നുണ്ടെങ്കിൽ ആ രണ്ടാമത്തെ ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഡാർക്ക് മോഡിൽ നിങ്ങൾക്ക് ബാക്ക്ഗ്രൗണ്ടിൽ കണ്ടോ ഇതിങ്ങനെ കൗണ്ടിങ് കാണാം, സൗണ്ടും കേൾക്കാം. ഇനി നിങ്ങൾക്ക് അതും കാണണ്ട എങ്കിൽ ഈ ഒരു ഐക്കൺ ക്ലിക്ക് ചെയ്യുക. ഒന്നും കാണാതെ സൗണ്ട് മാത്രം കേട്ടിട്ട് നിങ്ങൾക്ക് ദിക്ർ, സ്വലാത്തൊക്കെ ചെല്ലാം. ഓക്കെ, ഇനി ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ 100 വരെ ഇവിടെ കൗണ്ടിങ് ഉള്ളതെന്ന്. അത് ഈ ലാസ്റ്റത്തെ ഐക്കൺ ക്ലിക്ക് ചെയ്തിട്ട് ആ 100 മാറ്റിയിട്ട് നിങ്ങൾക്ക് 1000മോ എത്രയാണ് വേണ്ടത് അവിടെ നിങ്ങൾക്ക് ക്ലിക്ക് ചെയ്തിട്ട് ഓക്കെ കൊടുത്താൽ മതി. അത്രയും ഇവിടെ ഓട്ടോമാറ്റിക്കായിട്ട് കൗണ്ടിങ് നടന്നുകൊണ്ടേയിരിക്കും. ഓക്കെ, പിന്നെ കളറിൻ്റെ ഐക്കൺ നിങ്ങൾക്ക് മാറ്റണമെങ്കിൽ ആ ഒരു ഐക്കൺ ക്ലിക്ക് ചെയ്തിട്ട് മാറ്റാം. പിന്നെ ഇവിടെ ഡാർക്ക് മോഡ്, ലൈറ്റ് മോഡൊക്കെ നിങ്ങൾക്ക് ഇവിടെ തന്നെ അഡ്ജസ്റ്റ് ചെയ്യാം. പിന്നെ ഫോൺ സൈസ് ഇവിടെ ടി എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്തിട്ട് ഫോൺ സൈസ് കൂട്ടാനും കുറക്കാനും ഒക്കെ ഇവിടെ തന്നെ ഓപ്ഷൻ ഉണ്ട്. നേരത്തെ കാണിച്ചു തന്നെയാണ്. പിന്നെ ഈ ഒരു ഭാഗം ക്ലിക്ക് ചെയ്തിട്ട് അതിന് ഡിസൈൻ കൊടുക്കാം കേട്ടോ. ആ ഒരു റൗണ്ടിൽ ഡിസൈൻ ആയിട്ട് വരും. ഇങ്ങനെ ഓട്ടോമാറ്റിക്കായിട്ട് കൗണ്ട് ആകുന്നതിൻ്റെ ഡിസൈൻ ആയിട്ട് വരും. ഓക്കെ, പിന്നെ സൗണ്ട്, വൈബ്രേഷൻ അതൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഇവിടെ തന്നെയുണ്ട്. ഓക്കെ, ഇനി ഇതൊക്കെ ചെല്ലിക്കഴിഞ്ഞു. നിങ്ങൾ ബാക്ക് വന്നു കഴിഞ്ഞാൽ എത്രയാണ് നിങ്ങൾ ചെല്ലിയത്, ഏത് ദിക്റാണ് ചെല്ലിയത് അതൊക്കെ നിങ്ങൾക്ക് ഡിസ്പ്ലേയിൽ കാണാൻ സാധിക്കും. വേണമെങ്കിൽ അത് നിങ്ങൾക്ക് സേവ് ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഡിലീറ്റ് ചെയ്യാം. മറ്റൊരു ദിക്ർ നിങ്ങൾക്ക് ആരംഭിക്കാനും സാധിക്കും. ഓക്കെ, ഈ ഒരു ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിൽ അറിയിക്കാൻ മറക്കരുത്. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക. ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ, ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അടുത്ത നല്ലൊരു വിഷയമായി അടുത്ത അവസരത്തിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.